ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയായ ഗ്രീൻ പീസ് കറിയല്ല, ഒരു മസാലക്കറി പോലെയാണ്. അതിന് വേണ്ടി 2 സവാള, 2 ഉരുളക്കിഴങ്ങ്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് തലേ ദിവസം നമ്മൾ ആക്കി വയ്ക്കണം. അതിനുശേഷം പിന്നെ അതിൽ തക്കാളി കാണിച്ചില്ല കേട്ടോ, മറന്നുപോയി. അതുപോലെ തന്നെ സവാള സ്ലൈസാക്കിയായിരുന്നു, കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇഞ്ചി പച്ചമുളക് പേസ്റ്റും, അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞതുമാണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് അല്ലെങ്കിൽ ഗ്രീൻ പീസ്, നമ്മൾ തലേദിവസം ഇട്ട് വെച്ച ഗ്രീൻ പീസ്, അതുപോലെ ഉരുളക്കിഴങ്ങും നന്നായി കഴുകിയിട്ട് കുക്കറിലിടുക. ആവശ്യത്തിന് ഉപ്പും ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒഴിച്ചത് കുറച്ച് വെള്ളമാണ്. കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു വിസിലും പിന്നെ കുറച്ചും കൂടി ഒരു വിസിലടിച്ചിട്ട് കുറച്ച് കാറ്റ് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അത് നന്നായി വെന്തോളും. അല്ലാണ്ട് വേവിക്കുക, കുക്കറിലാകുമ്പോൾ പെട്ടെന്നായി കിട്ടും. എനിക്ക് കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് കുക്കറിലാക്കി തരിക ചെയ്യുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, അതൊക്കെ അതിന് കുറച്ച് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട ശേഷം തക്കാളിയും അതിൻ്റെ ഒപ്പം അമ്മ അരയ്ക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഫുള്ളായിട്ട് അമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് ഒരു പേസ്റ്റ് വേറെ നമുക്ക് അരച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് എണ്ണ മതി. ഇങ്ങനത്തെ ഒരു പേസ്റ്റ് വേഗത്തിലാക്കി വെച്ചിട്ട് വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കടുക് വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് സവാളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ബാക്കിയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ആവണം എന്നുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞ് വന്നോളും. ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അമ്മ വയ്ക്കുന്ന റെസിപ്പീസിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ ഇത്. എല്ലാം ഇഷ്ടമാണ് അമ്മ വയ്ക്കുന്നത്, പക്ഷേ ഇത് കുറച്ചും കൂടി ഇഷ്ടമാണ്. കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം പിന്നെ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊക്കെയാണുള്ളത്. ഗരം മസാലയും കുരുമുളക് കുറച്ചെടുത്താൽ മതി. ചിക്കൻ മസാല ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടാണ്. എന്നിട്ട് ആ പൊടികളൊക്കെ അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടി കരിയരുത്, നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം അതിൻ്റെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റാം. ആ മസാലയൊക്കെ സെറ്റ് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ് ഇളക്കി ഇട്ടിട്ട് ആ മസാലയും ആ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങും എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇന്ന് കോളേജിലേക്ക് ഇതാ കൊണ്ടുപോയത്. രാവിലെ ഇതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ മുട്ട ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മുട്ട ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. മുട്ട ഉണ്ടായിരുന്നു, അതുകൊണ്ടാകുമ്പോൾ ചേർത്തു. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. കറി പോലെ വേണമെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അവിടെ ഒരു ഉപ്പേരി പോലെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇറക്കാറാവുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ സിമ്പിളാണ്, നന്നായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.